ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ 4ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. The first question, the psychologist who's associated with the construction of intelligence test since their origin is named as. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇന്റലിജൻസ് ടെസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇന്റലിജൻസ് ടെസ്റ്റിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൽഫ്രഡ് ബിനറ്റ് ആണ്. ഓക്കെ, ആൽഫ്രഡ് ബിനറ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആൽഫ്രഡ് ബിനറ്റ്. ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫസ്റ്റ് ഫോർമുലേറ്റഡ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ബിനറ്റ് സൈമൺ ടെസ്റ്റ് ആണെന്നും കൂടെ ഓർത്തിരിക്കുക. ഫസ്റ്റ് ഫോർമുലേറ്റഡ് ഇന്റലിജൻസ് ടെസ്റ്റ് ഏതാണ്? ബിനറ്റ് സൈമൺ ടെസ്റ്റ്. അത് ഫോർമുലേറ്റ് ചെയ്ത് 1908 3 to 13 years old ചിൽഡ്രനിലാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫോർമുലേറ്റഡ് ഇന്റലിജൻസ് ടെസ്റ്റ് ബിനറ്റ് സൈമൺ ടെസ്റ്റ് ആണ്. 1908 അത് ഫോർമുലേറ്റ് ചെയ്തത്. 3 to 13 years old ചിൽഡ്രനിലാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് നോക്കുകയാണ്. നമുക്ക് 4 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ വെർബൽ ഇൻഡിവിജ്വൽ ഇന്റലിജൻസ് ടെസ്റ്റ്, വെർബൽ ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റ്, നോൺ വെർബൽ ഇൻഡിവിജ്വൽ ഇന്റലിജൻസ് ടെസ്റ്റ്, നോൺ വെർബൽ ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ the Alfred Binet test of intelligence can be classified under the category of non-verbal group test of intelligence ആണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ആൽഫ്രഡ് ബിനറ്റ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണ്? നോൺ വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസിലാണ്. അതുപോലെ പ്രിന്റ്നർ പാറ്റേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്, വേറൊരു ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റാണ് പ്രിന്റ്നർ പാറ്റേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. അത് ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണ്? നോൺ വെർബൽ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസിലാണെന്നും കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു ടെസ്റ്റാണ് മെറിൽ പാൽമർ ബ്ലോക്ക് ബിൽഡിംഗ് ടെസ്റ്റ്. ഓക്കെ, മെറിൽ പാൽമർ ബ്ലോക്ക് ബിൽഡിംഗ് ടെസ്റ്റ്. അത് യൂസ് ചെയ്യുന്നത് ടു മെഷറിംഗ് ദി ഇന്റലിജൻസ് ഓഫ് സ്മോൾ ചിൽഡ്രൻസ് ആണ്. കുട്ടികളുടെ ആ ഒരു ഇന്റലിജൻസ് മെഷർ ചെയ്യാനായിട്ടാണ് മെറിൽ പാൽമർ ബ്ലോക്ക് ബിൽഡിംഗ് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി ഇന്റലിജൻസ് ഓഫ് സ്മോൾ ചിൽഡ്രൻ ആണെന്ന് ഓർത്തിരിക്കുക. പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ. ആരാണ് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് കൺസ്ട്രക്ട് ചെയ്തത്? ഡോക്ടർ CM ഭാട്ടിയ ആണെന്ന് ഓർത്തിരിക്കുക. ആർമി ബീറ്റ ടെസ്റ്റ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ ദ കാറ്റഗറി ഓഫ് വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വേറൊരു ഇന്റലിജൻസ് ടെസ്റ്റാണ് ആർമി ബീറ്റ ടെസ്റ്റ്. അത് ക്ലാസിഫൈ ചെയ്യുന്നത് വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസിലാണ്. ദ നെയിം ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് കൺസ്ട്രക്റ്റഡ് ബൈ കാറ്റൽ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത ഇന്റലിജൻസ് ടെസ്റ്റിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാറ്റൽ കൾച്ചർ ഫെയർ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അക്കോർഡിംഗ് ടു സ്റ്റേൺ, ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ, അതായത് ഇന്റലിജൻസ് എന്താണെന്നാണ് പറയുന്നത്. അതായത് സ്റ്റേൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഈസ് ദ എബിലിറ്റി ഓഫ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് സിറ്റുവേഷൻസ് ആണ്. സിറ്റുവേഷൻസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആരുടെ അഭിപ്രായത്തിലാണ്? അക്കോർഡിംഗ് ടു സ്റ്റേൺ ആണ്. According to Spearman, the concept of intelligence is training of relations and interrelations ആണെന്ന് ഓർത്തിരിക്കുക. According to Spearman, intelligence is the training of relations and interrelations. ഇനി ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഇന്റലിജൻസ് ഈസ് വിച്ച് മെഷേർഡ് ബൈ ഇന്റലിജൻസ് ടെസ്റ്റ് ആണെന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി ഗിൽഫോർഡ്സ് തിയറി ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ കുറെ ഇന്റലിജൻസ് തിയറി പഠിക്കുന്നുണ്ട്. അതിൽ ഗിൽഫോർഡ്സ് തിയറി ഓഫ് ഇന്റലിജൻസിനെ ആ ഇന്റലിജൻസ്, അതായത് ഗിൽഫോർഡ് തിയറി ഓഫ് ഇന്റലിജൻസ് അറിയപ്പെടുന്ന പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 3 പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട് ഗിൽഫോർഡ്സ് തിയറി ഓഫ് ഇന്റലിജൻസ്. ഒന്ന് 3 ഡയമെൻഷണൽ തിയറി, 2 കണ്ടന്റ് പ്രോസസ് പ്രോഡക്റ്റ് തിയറി, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. അപ്പൊ ഇങ്ങനെ 3 പേരിലും ഈ ഗിൽഫോർഡിന്റെ തിയറി ഓഫ് ഇന്റലിജൻസ് തന്നെയാണ് ഈ 3 പേരിലും അറിയപ്പെടുന്നത്. 3 ഡയമെൻഷണൽ തിയറി, കണ്ടന്റ് പ്രോസസ് പ്രോഡക്റ്റ് തിയറി, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഗിൽഫോർഡ്സ് തിയറി ഓഫ് ഇന്റലിജൻസിനെ വിളിക്കുന്ന പേരുകളാണ്. In the view of psychologists, the development of intelligence takes place in the age group of dash. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആ ഒരു
ഏജ് ഗ്രൂപ്പ് ഏതാണ്, അതായത് ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഏതാണ് സൈക്കോളജിസ്റ്റിന്റെ ഒരു വ്യൂവിൽ ഓൺലി അപ് ടു 16 ഇയേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. According to Piaget, the intellectual development includes, അതായത് പിയാഷയുടെ അഭിപ്രായത്തിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സ്റ്റേജസ് ആണ്, രണ്ട് പ്രോസസ്സാണ്, അസിമുലേഷനും അക്കോമഡേഷനും എന്ന് ഓർത്തിരിക്കുക. അതുപോലെ പിയാഷ്യൻ തിയറി, ദ ഡ്യൂറേഷൻ ഓഫ് പ്രീ കൺസെപ്ച്വൽ പീരീഡ് എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണ്, പ്രീ കൺസെപ്ച്വൽ പീരീഡ് ഫ്രം 4 to 7 ഇയേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക, പ്രീ കൺസെപ്ച്വൽ പീരീഡ്. അതുപോലെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ് 7 to 11 ഇയേഴ്സ് ആണ്. അക്കോർഡിംഗ് ടു പിയാഷെ ദ ലാസ്റ്റ് ലാപ്പ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഏതാണ്, പിയാഷയുടെ അഭിപ്രായത്തിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, അത് 11 ഇയേഴ്സ് ഓൺവേർഡ് ആണ്. ഓക്കെ, 11 ഇയേഴ്സ് തൊട്ടാണ് ആ ഒരു ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരുന്നത്. അപ്പോൾ 3 സ്റ്റേജസ് ആണ്, പിയാഷ്യൻ തിയറി അനുസരിച്ച് 3 സ്റ്റേജസ് ആണ്, പ്രീ കൺസെപ്ച്വൽ പീരീഡ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ പീരീഡ്, അതുപോലെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. അതിൽ പ്രീ കൺസെപ്ച്വൽ പീരീഡ് ഫ്രം 4 to 7 ഇയേഴ്സ് ആണ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ ഫ്രം 7 to 11 ഇയേഴ്സ് ആണ്, പിന്നെ ഇതാ ലാസ്റ്റ് ലാപ്പ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ഫ്രം 11 ഇയേഴ്സ് ഓൺവേർഡ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലേക്ക് പോവാണ്. നമുക്കറിയാം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ വക്താവ് ആരാണ്, പാവ്ലോവ് ആണ് അല്ലേ. അപ്പോൾ ഹു വാസ് ദ പൈനിയർ ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവ് ആണ്. പാവ്ലോവ്സ് എക്സ്പെരിമെന്റ്സ് ആർ റിലേറ്റഡ് വിത്ത് കോഗ്നിറ്റീവ് ഡൊമൈൻ ആണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം റിലേറ്റ് ചെയ്യുന്ന എന്തുമായിട്ടാണ്, കോഗ്നിറ്റീവ് ഡൊമൈനുമായിട്ടാണ്. ദ ഫാദർ ഓഫ് കണ്ടീഷനിങ് ആരാണ്, പാവ്ലോവ് ആണ്. ദ മീനിങ് ഓഫ് ദ ടേം കണ്ടീഷനിങ്, കണ്ടീഷനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ടേമിന്റെ മീനിങ് എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അസോസിയേഷൻ ആണ്. ഒരു അസോസിയേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതാണ് ഈ കണ്ടീഷനിങ് എന്ന് പറയുന്നതിന്റെ മീനിങ്. Which gland of the Pavlovian dog's experimentation has produced saliva? നമുക്കറിയാം പാവ്ലോവ് ഡോഗിനെ വെച്ചിട്ടൊരു എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ അതിൽ നമ്മൾ ഡോഗിൽ എന്താ സലൈവ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പരോട്ടിഡ് ഗ്ലാൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. In Pavlov's experiment, the unconditioned response and conditioned response are related with, അതായത് പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിൽ അൺകണ്ടീഷൻഡ് റെസ്പോൺസും കണ്ടീഷൻഡ് റെസ്പോൺസും റിലേറ്റ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, ഡോഗിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ആ സലൈവ ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ പാവ്ലോവ്സ് എക്സ്പെരിമെന്റ് ദ കണ്ടീഷൻഡ് റെസ്പോൺസ് ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആർ റിലേറ്റഡ് വിത്ത് ഡാഷ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എന്താണ്, സലൈവ ആണെന്ന് ഓർത്തിരിക്കുക. The reaction which takes place after the conditioning in Pavlov's experiment is called, അതായത് ആ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിങ്, പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിൽ ആ ഒരു കണ്ടീഷനിങ് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്താണ്, എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അല്ലെ, അവിടെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആയിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ അവിടെ ഫോം ചെയ്യുന്നു, അതാണ് കണ്ടീഷനിങ്. അതാണ് അവിടെ കണ്ടീഷനിങ് കഴിയുമ്പോൾ നടക്കുന്നത്. പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിൽ ആ കണ്ടീഷനിങ് കഴിയുമ്പോൾ നടക്കുന്നത് എന്താണ്, ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഏതൊക്കെ തമ്മിലാണ്, കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റിമുലസ് ഇൻവോൾവ് ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ്, അവിടെ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റിമുലസ് ഏതാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റിമുലസ് ഏതൊക്കെയാണ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഉണ്ട്, കണ്ടീഷൻഡ് സ്റ്റിമുലസും ഉണ്ട്. രണ്ട് ടൈപ്പ് സ്റ്റിമുലസ് ഉണ്ട്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ സൈക്കോളജിസ്റ്റ് ഹൂ ഹാസ് ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ചിൽഡ്രൻ, കുട്ടികളിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് മച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത സൈക്കോളജിസ്റ്റ് ഏതാണ്, ഗാൾട്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗാൾട്ടൺ ആണ് അതിന്റെ ആൻസർ. The theory of multiple intelligence was formulated by, ആരാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഗാർഡനർ ആണ് അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാകും തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റണം, ഹവാർഡ് ഗാർഡനർ ആണെന്ന് ഓർത്തിരിക്കുക. The chief exponent of attainment model, ബ്രൂണർ ആണെന്ന് ഓർത്തിരിക്കുക. ഡാഷ് തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് is an extension of theories of പാവ്ലോവ്, പാവ്ലോവിന്റെ തിയറിയുടെ എക്സ്റ്റൻഷൻ വരുന്ന
ഡാഷ് ആരുടെ തിയറിയാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് പാവ്ലോവിന്റെ തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് ആരുടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? സ്കിന്നേഴ്സിന്റെ ആണ്. സ്കിന്നേഴ്സ് തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ഓക്കെ. ഡാഷ് ഈസ് ദ കീ ടേം ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് മനസ്സിലാക്കാനുള്ള ഒരു കീ ടേം എന്താണ്? റെയിൻഫോഴ്സ്മെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സ്കിന്നേഴ്സ് ബോക്സ് ഇസ് യൂസ്ഡ് ഫോർ ഡാഷ്. സ്കിന്നേഴ്സ് ബോക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻസിഡന്റൽ ലേണിങ്ങിനാണോ, മോട്ടോർ ലേണിങ്ങിനാണോ, വെർബൽ ലേണിങ്ങിനാണോ, പ്രോബ്ലം സോൾവിങ്ങിനാണോ? എന്തിനാണ്? ഇൻസിഡന്റൽ ലേണിങ്ങിനാണെന്ന് ഓർത്തിരിക്കുക. സ്കിന്നേഴ്സ് ബോക്സ് ഇസ് യൂസ്ഡ് ഫോർ ഇൻസിഡന്റൽ ലേണിംഗ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ വരാം. താങ്ക് യു.